സാറിൻ്റെ പേരൊന്നും അറിയാം? എൻ്റെ പേര് ഹണി ശിവാനന്ദ് എന്നാണ്. ഞാൻ അദാനിൽ ടെക്നോ കൊമേഴ്ഷ്യലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബോ സ്ട്രിംഗ് ഗൈഡറാണ്. ഇത് 80.4 മീറ്റർ നീളമുണ്ട്. ഇതിന് 1075 ടൺ വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ ടോട്ടൽ 17 ദിവസം കൊണ്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഇന്ന് തുടങ്ങി 1-ാം തീയതി തുടങ്ങിയിട്ട് നമ്മൾ 17-ാം തീയതിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന് നമുക്ക് 2 സൈഡിലും ഫുട്പാത്തിന് വേണ്ടിയുള്ള 1.5 മീറ്ററിൻ്റെ പ്രൊവിഷനുണ്ട് ഇതിൽ. വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദീർഘകാലമായി കാത്തിരുന്ന ഒരു ലോഞ്ചിങ് ആണ് നമ്മളെ വടകരയിലെ ചോറോഡ് ഗേറ്റിൻ്റെ അവിടെ ഭാഗത്തുള്ള ബോസ്ട്രിംഗ് ബ്രിഡ്ജിൻ്റെ ലോഞ്ചിങ്. ആ ലോഞ്ചിങ്ങിന് കഴിഞ്ഞ ഏപ്രിലാന്ന് തോന്നുന്നു ലോഞ്ചിങ്ങിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി ഇപ്പോൾ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോഞ്ചിങ് മീൻസ് ഇപ്പോൾ അതിൻ്റെ റെയില് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ബോസ്ട്രിംഗ് ബ്രിഡ്ജ് വലിച്ച് പില്ലറിൻ്റെ മുകളിൽ വെക്കാനുള്ള വർക്കുകൾ. ലോഞ്ചിങ് ഗേഡർ എന്നാണ് നമ്മൾ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്ന ക്രെയിനിൻ്റെ മുകളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇതിന് പറയുന്നത്. അതായത് റെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബേസ്മെൻ്റാണ് ആ ലോഞ്ചിങ് ഗേഡറാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. താഴേന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലോഞ്ചിങ് ഗേഡർ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. 2 കൂറ്റൻ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അദാനി ഡയറക്റ്റാണ് ഈ ഒരു ലോഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അദാനി ഡയറക്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണ്. അപ്പോൾ ടെക്നോ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ബോസ്ട്രിംഗ് ബ്രിഡ്ജിൻ്റെ ലോഞ്ചിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ഈ ലോഞ്ചിങ് ഗേഡർ ഉണ്ടല്ലോ, ഈ ലോഞ്ചിങ് ഗേഡറുകൾ 6 ലോഞ്ചിങ് ഗേഡറുകളാണ് സ്ഥാപിക്കാനുള്ളത്. അപ്പോൾ അതിനകത്തുള്ള 4 എണ്ണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് 2 എണ്ണം ഇപ്പോൾ ലോഞ്ചിങ് ഗേഡർ ലോഞ്ച് ചെയ്യും. 1 സൈഡിൽ 3, അതേപോലെ 1 സൈഡിൽ 3. ഇങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ആ ബോസ്ട്രിംഗ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തുനിന്നും നമ്മൾ ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിലേക്ക് എത്തുക. അതിനിടയിൽ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഒക്കെ പെർമിഷനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 17 ദിവസമാണിപ്പോൾ ഈ ഗേഡർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെയിൽവേ ഗാർഡനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേയുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ആളുകളും ഈ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് ഈ ഭാഗത്തും വിസിറ്റ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ലോഞ്ചിങ് ഗേഡർ പൂജയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് ഇരു സൈഡിലെയും വെയിറ്റ് സമാനമായിട്ട് ക്രെയിൻ്റെ മുകളിൽ തൂക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ലൈറ്റ് പോലെ കണ്ടാവും നിങ്ങളതൊന്ന്. അതൊരു മെഴുകുതിരി എന്തോ കത്തിച്ച് വെച്ചാണ്. തേങ്ങയൊക്കെ ഉടച്ച് ലഡുവൊക്കെ വിതരണം ചെയ്തു. അങ്ങനെയാണ് ഈ ഗേഡർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറേ കാലമായി അനിശ്ചിതമായി കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് ആളുകളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന, നൂറ്റാണ്ടിലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാഴ്ച കാണാൻ കുറേ ആളുകളും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളും തടിച്ചുകൂടിയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പം ആ കൂറ്റൻ ക്രെയിനിൻ്റെ മുകളിൽ ലോഞ്ചിങ് ഗേഡർ തൂക്കി എടുത്തുകൊണ്ട് പില്ലറിൻ്റെ മുകളിലേക്ക് എക്സ്പാൻഡഡ് ബീം കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടുള്ള റെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോഞ്ചിങ് ഗേഡർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ക്രെയിനാണുള്ളത്. 2 ക്രെയിനിൻ്റെ മുകളിൽ 2 ലോഞ്ചിങ് ഗേഡറുകളാണ് ഇപ്പോൾ നിലവിൽ തൂക്കിയെടുത്ത് വെച്ചിരിക്കുന്നത്. രാത്രിയാണ് നമ്മൾ ഇന്നലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. രാത്രി 10 മണിക്ക് ശേഷം നമ്മൾ വടകര എത്തി. 1:30-2 മണി വരെ നമുക്ക് ഒരു നീണ്ട സമയം കാത്തിരിക്കേണ്ടി വന്നു. നമ്മളിപ്പോൾ ഒരു 8 മിനിറ്റ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരു 3 മണിക്കൂറൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അതിനകത്ത് 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വീഡിയോ എടുത്ത് അതിനകത്ത് പലതും കട്ട് ചെയ്ത് ഒഴിവാക്കി, ചില ഭാഗത്ത് സ്പീഡാക്കേണ്ട ഭാഗത്ത് സ്പീഡാക്കി, അത്രയും ഒരുപാട് എഫേർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും ഈ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗേഡർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാറ്. ഈ മൂവ് ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ, അത് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ രീതിയിൽ മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുന്നത് നമ്മൾ സൂം ചെയ്യുമ്പോഴാണ് കറക്റ്റ് മൂവിങ് മനസ്സിലാവുക. അത്തരത്തിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ ഈ ലോഞ്ചിങ് ചെയ്യുന്നതിന് മുന്നേ ക്രെയിന് കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അതേപോലെ സേഫ്റ്റി ഓഫീസർമാരുണ്ടാവും. എല്ലാ പ്രിക്കോഷൻസോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ സമയം എടുത്തിട്ട് തന്നെ വാഹനങ്ങളൊക്കെ നിലവിലുള്ള നമ്മളെ ദേശീയപാതയിലെ
സൈഡിലൂടെയാണ് ഈ ലോഞ്ചിങ് ബീം ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വൺ സൈഡിലോട്ട് മാത്രമാണ് വാഹനങ്ങൾ കുറച്ചൊക്കെ കടത്തിവിട്ടത്. കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ 1-2 മണിക്കൂറേക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് മറ്റ് റൂട്ടുകളിലേക്ക് പോക്കറ്റ് വഴിയിൽ മറ്റ് റോഡുകളിലൂടെയൊക്കെ കടത്തിവിടുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ലോഞ്ചിങ് ബീം അങ്ങനെ റെയിലിൻ്റെ ഭാഗത്ത് നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബീം ഓൾറെഡി ഏതാണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഓൾറെഡി പൊക്കി വെച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ എടുത്തത് നമ്മൾ മാർച്ച് 1 നമ്മൾ വീഡിയോ എടുത്തത്. ഏപ്രിൽ 1 രാത്രി 10 മണി മുതൽ 1:30-2 മണി വരെ ഉറക്കൊഴിഞ്ഞ് കാത്തു നിന്ന് അങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയത്. എന്തായാലും ഫുള്ളായിട്ട് ലോഞ്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക് കിട്ടണമെങ്കിൽ 17 ദിവസം നമ്മളവിടെ പോയിട്ട് വെയിറ്റ് ചെയ്ത് രാത്രിയിലൊക്കെ കാത്തിരുന്ന വീഡിയോ എടുക്കണം. അപ്പം ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഇത്രയും വീഡിയോ എടുക്കാൻ തന്നെ 3 ബാറ്ററിയിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വന്നു. അതിൽ ഷൂട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ആ 3 ബാറ്ററി കാലിയായി. അങ്ങനെ 1:30 കഴിഞ്ഞ് ഏകദേശം 2 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പം നല്ല എഫേർട്ടുണ്ട്. കാണാൻ ഒരു 8 മിനിറ്റ് വീഡിയോ ഉള്ളു. പക്ഷേങ്കിൽ ആ 8 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ ഉള്ളൊരു നമ്മളെ ഒരു കാത്തിരിപ്പിൻ്റെയും അതേപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെയും ഒരു സമ്മറിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മളെ ലോഞ്ചിങ് ഗേർഡർ ബോസ്റ്റിംഗ് ബ്രിഡ്ജിന് സമാനമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബോസ്റ്റിംഗ് ബ്രിഡ്ജിന് ഈ ഒരു വില്ലിൻ്റെ ആകൃതിയിൽ എന്തുകൊണ്ടാണെന്ന് അറിയുക? ഈ ലെങ്ത്ത് കൂടുന്ന സമയത്ത് ഈ ബ്രിഡ്ജിനകത്ത് ആക്ഷൻ വരെ ലോഡ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അതിനൊരു ആക്ഷൻ ഉണ്ടാവും. ഒരു സ്പ്രിങ് ആക്ഷൻ, ഒരു ഷോക്ക് ആബ്സർ പോലത്തെ ഒരു ആക്ഷൻ. ആ ആക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രിഡ്ജ് ഈ ഹമ്പ് രീതിയിൽ ഇങ്ങനെ വളഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്ട്രെച്ചർ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ലെങ്ത്ത് കുറഞ്ഞ പാലങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ബോസ്റ്റിംഗ് ബ്രിഡ്ജിൽ നിന്ന് ഈ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ 3 വരിയാണ് ഈ പുതിയ 6 വരിയിൽ. ഈ ബോസ്റ്റിംഗ് ബ്രിഡ്ജിൻ്റെ ഉള്ള 3 വരി ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ മുകളിൽ 2 വരി, അങ്ങനെ ടോട്ടൽ 5 വരിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് സർവീസ് റോഡ് ഉണ്ടാവില്ല. പിന്നെ ഈ ബോസ്റ്റിംഗ് ബ്രിഡ്ജ് ഈ പുതിയ 3 വരീൻ്റെ 2 സൈഡിലും ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ള അപ്പുറത്തേക്ക് പോകാനുള്ള ഇരു സൈഡിലെയും പ്രാദേശിക റോഡിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ലിഫ്റ്റ് പോലെയുള്ള ഒരു സംവിധാനവും ഇവിടെ 2 കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സാധ്യതകൾ നോക്കിയിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കൂടി കൊടുക്കും. അതായത് അതിൻ്റെ ആൾക്കാർക്ക് എത്രത്തോളം അത് റിക്വയർമെൻ്റ് ഉണ്ട് എന്നത് നോക്കിയിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജും ഒക്കെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ചുവട്ടിൽ ഇവിടെ ഉണ്ടോ, ആ കാണുന്നതൊക്കെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. ചുവട്ടിലിങ്ങനെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മൾ ഈ റെയിലിൻ്റെ ഈ ഭാഗത്ത് ട്രെയിന് നമ്മൾ റെയിൽ ക്രോസ് ചെയ്ത് പോകുന്ന ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് ബെൽഡിംഗ് അല്ല, അതായത് ഈ കാണുന്ന ബോസ്റ്റിംഗ് ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗേർഡറുകളുണ്ടല്ലോ, ലോഞ്ചിങ് ഗേർഡറുകൾ, അത് റെയിൽ ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗത്ത് നട്ട് ബോൾട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഫിക്സ് ചെയ്യുക. അതായത് 3 പീസുകൾ ഇങ്ങനെ ഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ ബോസ്റ്റിംഗ് ബ്രിഡ്ജിനെ തള്ളി നീക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ബെൽഡ് ചെയ്യും. ലാസ്റ്റ് ഭാഗങ്ങളിൽ മാത്രമാണ് ബെൽഡ് ചെയ്യുന്നത്. നടുവിലൊക്കെ നട്ട് ബോൾട്ടൊക്കെ അങ്ങനെ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ലോഞ്ചിങ് ഗേർഡറുകൾ ലോഞ്ച് ചെയ്തതിന് ശേഷം അത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയുമാണ് ലോഞ്ചിങ് ഉള്ളത്. ഇനി അടുത്ത ദിവസമാണ് അടുത്ത ലോഞ്ചിങ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.